ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ റൂൾ നമ്പർ 1, നന്നായിട്ട് സംസാരിക്കുക അറിയണം. ആഫ്റ്റർ ലോങ് ബ്രേക്ക് ഞാനൊരു ലോങ് വീഡിയോ 1 മിനിറ്റ് ഡ്യൂറേഷനിൽ കൂടുതലുള്ളൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചു. ഇത് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ വിഷൻ ബോർഡ് സെറ്റാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെയിം ഷോർട്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെയും ഈ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു ക്ലാസിക് അന്താരാഷ്ട്ര ചളി അടിച്ചിട്ട് പോയി. എന്താണ് നീ കേരള വിഷൻ്റെ വൈഫൈ കണക്ഷൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ചളിയാണെന്ന് എനിക്കും അറിയാം, കേൾക്കണം നിങ്ങൾക്കും അറിയാം. അതങ്ങനെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് മേ ബി ഈ വിഷൻ ബോർഡിനെ പറ്റി കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അങ്ങനെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈം ഈ വിഷൻ ബോർഡിനെ പറ്റി കേൾക്കുന്നത് ഈ ലാസ്റ്റ് ന്യൂ ഇയറിന് മുന്നേ ആണോ അതോ ന്യൂ ഇയറിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. സംവാട്ട് അറൗണ്ട് ന്യൂ ഇയറിന് 1 വീക്ക് മുന്നേ ന്യൂ ഇയറിന് 1 വീക്ക് ശേഷം അതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുണ്ട്, റിദ തരാന പറയുന്നത്. അപ്പോൾ ആ പേജിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നത്. അപ്പോൾ ഞാനതൊരു റീലിലാണ് കാണുന്നത്. അതായത് 2024 ഈ പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻഡ് ഇയറിന് മുന്നേ അവരുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത ഫോട്ടോയും പ്ലസ് അവരുടെ റിയൽ ലൈഫിൽ നടന്നപ്പോൾ ഉള്ള ഫോട്ടോയുമായിട്ടൊക്കെ ഇങ്ങനെ കൊളാജ് ചെയ്ത് റീലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടായിരുന്നു, കൊള്ളാലോ സംഭവം. പക്ഷേ ഈ വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ 2-3 റീൽസ് കണ്ടു. അപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പേളി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ എന്താണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കാളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. എനിക്ക് തീരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതൊരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ഇത് നടക്കുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. അതൊന്നാമത്തെ കാര്യം. കാരണം ഞാൻ ഇപ്പോഴാണത് ട്രൈ ചെയ്തില്ല. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടേണ്ട ഷോർട്ട് ടേം ഗോൾസ്, നമുക്ക് ലൈഫിൽ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും കാണുമല്ലോ. അതായത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ഫോൺ എടുക്കണം, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. അങ്ങനത്തെ കുഞ്ഞു ഷോർട്ട് ടേം ഗോൾസിനെയാണ് ഈ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യേണ്ടത് വേറൊരു രീതിയിൽ ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഒരു തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സർഫസ് ലൈക്ക് ഇതിൻ്റെ നോട്ട്ബുക്കാണ്, ഒന്നും തോന്നരുത്. ഇങ്ങനൊരു പ്ലെയിൻ സർഫസ് ആയിട്ടൊരു ബോർഡായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ വിഷ് എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായിൽ വിസിറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഈ ബോർഡിൽ ഈ പർട്ടിക്കുലർ ബോർഡിൻ്റെ ഓരോ വശത്തായിട്ട് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളുടെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുക, പേസ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ എണീക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കബോർഡിലോ അങ്ങനെയൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. എനിക്ക് എൻ്റെ ഒട്ടിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫോണിൽ വേർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വേർഡ് ആപ്പിൽ എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഉള്ള കൊളാജ് ആക്കിയിട്ട് എൻ്റെ ഫോണിൽ ലോക്ക് സ്ക്രീനായിട്ട് സെറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത കൊളാജ് ഞാൻ സൈഡിൽ ഈ സ്ക്രീനിൽ ഏതെങ്കിലും ഒരു വശത്ത് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം, എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാനിത് സെറ്റ് ചെയ്ത് എൻ്റെ ഫോണിൽ ലോക്ക് സ്ക്രീൻ ആക്കിയിട്ട് ലോക്ക് അഴിക്കാൻ നേരത്തേക്ക് ഇത് നോക്കാൻ നേരത്തൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഹൈ കൊള്ളാമല്ലോ, നല്ല രസമുണ്ടല്ലോ എന്നൊരു സന്തോഷം. അതെനിക്ക് മാത്രമാണോ കിട്ടുന്നതെന്നൊന്നും അറിയണം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അതായത് ഒരു ബോർഡിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദിവസം രാവിലെ എണീറ്റ് നേരെ രാവിലെ കണ്ണൂർ നദി നോക്കുന്നത് നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് കിട്ടും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ഞാനെന്തെങ്കിലും സെറ്റ് ചെയ്ത് എൻ്റെ ലോക്ക് സ്ക്രീനാക്കി ഇട്ടിട്ടുണ്ട്. നടക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നടക്കുവാണെങ്കിൽ ഇതുപോലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. പിന്നെ എനിക്ക് ഈ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം എന്നൊക്കെയുണ്ട്. പിന്നെ ഇടാൻ മടിക്കുന്നൊരു കാര്യം വെച്ചാൽ ഒന്നാമത്തെ കാര്യം കണ്ടന്റ് ക്ഷാമം. എനിക്ക് ഇന്ന പർട്ടിക്കുലർ ടോപ്പിക്ക് ഇതേപോലെ സംസാരിക്കാനേ വേണ്ടി ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കിട്ടാറില്ല. പിന്നുള്ള കാര്യം പറഞ്ഞാൽ എന്തു പറയാനായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുന്നപ്പോൾ ഞാൻ വിചാരിക്കുക ഇത് ബോറായി പോയി എന്നിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തില്ല. എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഞാൻ മുന്നേയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
എന്തായാലും എനിക്കിതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന് വീഡിയോസ് ഇടാം. ഈ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് ഭയങ്കര പാടാണ്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓഫീസിൽ ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ വന്നിരുന്ന് റെക്കോർഡ് ചെയ്യണ വീഡിയോ ആണ്. പിന്നെ ഇനി ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും കയറി വരണം, എന്നെ ജോലി എന്ന് പറഞ്ഞ് വിടണം. വാവും, സൂപ്പർ. വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ട് പോകത്തില്ല.